കിഴക്കേത്തല എന്ന ഗ്രാമം. ദൈവത്തിൻ്റെ ചൈതന്യം കണ്ട് ഒരു ജ്യോത്സ്യൻ്റെ പ്രശ്നവിധിയിൽ ഒരു ക്ഷേത്രം ആ നാട്ടിൽ പണി കഴിപ്പിക്കുന്നു. പക്ഷേ വിഗ്രഹം പണി തീർക്കാൻ ആളെ കിട്ടാതെ ആ നാട് കാലങ്ങളോളം ബുദ്ധിമുട്ടുന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം കീറിപ്പറഞ്ഞ വസ്ത്രവും തോളിൽ ഒരു സഞ്ചിയും നീണ്ടു വളർന്ന മുടിയും താടിയുമൊക്കെയുള്ള പ്രായമായ ഒരു വൃദ്ധൻ ആ ക്ഷേത്രത്തിൻ്റെ പടി കടന്നെത്തി. തനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർക്കാൻ സാധിക്കുമെന്ന് അയാൾ ക്ഷേത്ര ഭാരവാഹികളോട് പറയുന്നു. വയോധികനായ അയാൾക്ക് എങ്ങനെ പണി തീർക്കാൻ കഴിയുമെന്ന് അവർ സംശയിച്ചു നിൽക്കുന്നു. വയോധികൻ തനിക്ക് 30 ദിവസത്തെ സമയം വേണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അയാൾ ശ്രീകോവിലിനുള്ളിലായിരിക്കുമെന്നും ആ സമയത്താരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറരുതെന്നും അയാൾ നിർദ്ദേശം വെച്ചു. ഗത്യന്തരമില്ലാതെ അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ പണി തുടങ്ങി. ചുറ്റിക കൊണ്ട് കല്ലിലടിക്കുന്ന ശബ്ദം മാത്രം ദിവസേന കേട്ടുകൊണ്ടിരുന്നു. ആരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയതുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്നും അതിനുള്ളിൽ നിന്ന് ചുറ്റിക കല്ലിലടിക്കുന്ന ശബ്ദം മുഴങ്ങി. 30-ാം ദിവസം ആ ശബ്ദം നിലച്ചു. ആളുകൾ പോയി ആകാംക്ഷയോടെ ക്ഷേത്രവാതിൽ തുറന്നു. എന്നാൽ അയാളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആളുകൾ നാലുപാടും അന്വേഷിച്ചു. ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു പ്രകാശം പരന്നുകൊണ്ടിരുന്നു.